അത് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റൂല. അത് കുത്തകയാ കിടക്കാറുണ്ട്. ലൈറ്റർ ഓഫായി പോയി മക്കളെ. ഒരുപാട് പേര് നമ്മളോട് തടി സ്പൂണുകള് കയ്യിലിന്റെ ചിരട്ടത്തവികൾ കാണുമ്പോൾ ചോദിക്കാറുണ്ട് എവിടെ നിങ്ങളൊക്കെ ഗ്യാസ് സേവിങ്ങിന് വേണ്ടി എന്തൊക്കെ പരിപാടി ചെയ്യണേന്നൊന്ന് പറയണം കേട്ടോ. എനിക്ക് തോന്നി എന്തോ ഒരു കുറുവാട് കുറവ്. അപ്പൊ ഞങ്ങളുടെ കിച്ചണിൽ ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അങ്കമാലി സ്റ്റൈലിലുള്ള മാങ്ങാക്കറി കേട്ടോ. അപ്പൊ ഇന്ന് നോമ്പ് കാലത്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളോട് ചോദിച്ചായിരുന്നു അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കണില്ലേന്ന്. അപ്പൊ ഞാൻ അതിന്റെ കാരണം പറഞ്ഞായിരുന്നു. മാങ്ങ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ, ഇവിടെ മാങ്ങ മൂത്തിട്ടില്ല കേട്ടോ, നിങ്ങളെ കാണിച്ചു തരാം. കണ്ണിമാങ്ങാപ്പാകം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ മാവേല. എല്ലാ മാവേലും ഒന്നും മാങ്ങ ഇല്ല താനും. അപ്പം മാർജിൻ ഫ്രീയിൽ ഇപ്പം നന്നായിട്ട് മൂത്ത മാങ്ങ വന്നു തുടങ്ങി. മാങ്ങയാണ്, അതാണ് കിട്ടിയത്. അപ്പം ആ മാങ്ങ അകത്ത് പതുക്കെ ചെനപ്പ് പോലെയായി. അപ്പം അത് നോക്കി എടുത്തുകൊണ്ട് വന്നപ്പോൾ പുള്ളി പറഞ്ഞു നന്നായിട്ട് മൂത്താ ചേട്ടാ കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. ഇപ്പം 2 ഞാൻ പറഞ്ഞു 2 മതി എന്ന് പറഞ്ഞു. 2 എടുത്തോണ്ട് വന്ന്, അല്ല 2 കൊണ്ടുവന്നു. അത് ഞാൻ മാങ്ങ അരിഞ്ഞേച്ച് ഉപ്പ്, പച്ചമുളക്, അപ്പയുടെ പച്ചമുളക് കേട്ടോ, പച്ചമുളക്, ഇഞ്ചി, സവോള, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞേച്ച് ഒന്ന് തിരുമി ഇതിൽ വെച്ചതാ, ഒന്ന് മിക്സ് ആവാൻ വേണ്ടി. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യണം. ഞാൻ സാധാരണ അങ്കമാലി സ്റ്റൈല് മാങ്ങാക്കറി ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. അങ്കമാലിക്കാരുടെ രീതി കുറച്ചുകൂടെയൊക്കെ വ്യത്യസ്തത ഉണ്ടാകും. അത് അവരുടെ കുത്തകയാണ്. അത് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റൂല. പലർക്കും ഓരോ നാട്ടിലും ഓരോ കുത്തകയില്ലേ, ആ കുത്തക നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റൂല. കോട്ടയംകാരുടെ സ്റ്റൂ, പിന്നെ നമ്മുടെ പുളിച്ചേപ്പ, അപ്പൊ അങ്ങനെ, പിന്നെ കപ്പയിറച്ചി, കിഴക്കരുടെ കപ്പയിറച്ചിയും പുളിച്ചേപ്പവും അത് കുത്തകയാ കിഴക്കരുടെ. വേറെ പറഞ്ഞോണ്ട് ഏഷ്യാഡ് കപ്പ ബിരിയാണി ഇല്ലേ, ആ ഒരു മോഡലില്ലേ, മോഡല് കപ്പയും. അതെ, എല്ലും കപ്പയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. ആ രീതി നമ്മൾ കാണിച്ചാൽ അത്രയും ഒക്കൂല, ടേസ്റ്റ് ഒക്കൂല. പക്ഷെ ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കണം. ഞങ്ങൾ ഇതിന് പറയണത് ശരിക്കും ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയണ മാങ്ങ മപ്പാസ് എന്നാട്ടോ. അപ്പൊ നമുക്ക് അതിനുള്ള ബാക്കി പരിപാടികൾ ചെയ്യാം. ഈ മാങ്ങാക്കറി ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഫോട്ടോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തപ്പോൾ പലരും പറഞ്ഞു ഇങ്ങനെയല്ല അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒതന്റിക് ആയിട്ടുള്ള ആ ശൈലിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കണ്ടേ എന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് ഇതില് അതിനനുസരിച്ചിട്ടുള്ള കറക്ഷൻസ് വരുത്താലോ. അതായത് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. വെളിച്ചെണ്ണയിലല്ല, ചുമ്മാ തവയിലൊന്ന് ചൂടാക്കി വെച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് പുരട്ടി വെക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് വേവിക്കുന്ന എങ്ങനെയാന്ന് കാണിക്കാം. ഇത് പല വീഡിയോസ് പല പ്രാവശ്യം നമ്മൾ ചെയ്ത്. ഇത് ലൈറ്റർ ഓഫായി പോയി മക്കളെ. ഇനിയിപ്പോൾ ലൈറ്റർ ഓർഡർ ഇട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഒട്ടും വർക്ക് ചെയ്യണില്ലേ, പണിയാണ്. പിന്നെ അത് എന്നാന്ന് വെച്ചാൽ അങ്ങനെ വർക്ക് ചെയ്യണം നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഗ്യാസിന്റെ കാര്യം അറിയാലോ. അപ്പം അത് ചെയ്യാൻ പറ്റൂല അങ്ങനെ നോക്കിക്കൊണ്ട്. അപ്പം നമുക്ക് പൊടികളൊന്ന് ചൂടാക്കാം കേട്ടോ. പ്രശ്നമാണ്. ജീവിതം തന്നെ വഴിമുട്ടി. എരിവ് മുളക് പൊടി, നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് മുളക് പൊടി ചേർക്കുക. എല്ലാം ഹോം മെയ്ഡ് പൊടിയാട്ടോ. മല്ലിപ്പൊടിയെ കൂടുതൽ ഇതിന് ആഡ് ചെയ്യേണ്ടത്. മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, മതി മഞ്ഞൾപ്പൊടി. ഇനി എണ്ണ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കുക. വെളിച്ചെണ്ണയൊന്നും ഇല്ല കേട്ടോ, ചുമ്മാ തവയിലൊന്ന് ചൂടാക്കുക. പച്ചക്കുത്ത് ഉണ്ടാവാതിരിക്കാനാട്ടോ ഈ ചൂടാക്കണത്. എന്റെ ഭാഷ ഞാൻ പറഞ്ഞതാ പച്ചക്കുത്തെന്ന് കേട്ടോ. ഓരോരുത്തർക്ക് തനതായ ഭാഷകൾ അതിനുണ്ടാകും. ചൂടായ മണം മഞ്ഞുണ്ട്, മതി, കരിഞ്ഞു പോവരുത്. ഇനി ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാ ചേർക്കണം, ഇതിലിരിക്കണത് ചേർക്കണം എങ്ങനെയാന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ ഒരു ചെറിയ ടിപ്പാ. ഇതെങ്ങനെ നോക്കിയിട്ട് ഇത് ഒരുപാട് പേര് നമ്മളോട് തടി സ്പൂണുകൾ കയ്യിലിൻ്റെ ചിരട്ടത്തവികൾ കാണുമ്പോൾ ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ്. ഇതെല്ലാം ലോക്കൽ ഷോപ്പുകളിൽ കിട്ടും. ഇത് മാർജിൻ ഫ്രീയില കേട്ടോ. ഞാനിങ്ങനെ കാണുമ്പോൾ ഓരോ ഷോപ്പുകൾ മാർജിൻ ഫ്രീയിലുണ്ട്, തൃപ്പൂണിത്തുറയിൽ നിന്നുണ്ട്, പിന്നെ ഷൈൻ സ്റ്റോഴ്സിൽ നിന്നുണ്ട്, പല കടകളിൽ നിന്നും മേടിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ സാധാരണ ഒരുമാതിരി ലോക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടും ഇതിപ്പം. ഇനിയിപ്പം ഞാൻ കാണിക്കുന്ന ടിപ്പ് എന്നാന്ന് പറയട്ടെ. ഇച്ചിരി നേരം ഇവിടെ ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ഈ ചട്ടി ഇപ്പൊ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ലിങ്ക് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. വീഡിയോ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ താഴെ വ്യൂ പ്രോഡക്ട്സിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിലൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. ഫേസ്ബുക്കിലാ കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ. നമുക്ക് ഈ ഹാൻഡിലുള്ള ഒരു കറുത്ത ചട്ടി മേടിക്കണം, മൺചട്ടി. അത് ചുമന്നതാ നമ്മുടെ കസ്റ്റഡിയിലുള്ളത്. കറുത്തത് മാർജിൻ ഫ്രീയിൽ വന്നിരിപ്പുണ്ട്, പക്ഷെ വലിപ്പം കൂടുതല. നമുക്ക് അത്രയും വലിപ്പം വേണ്ട. അവിടെ കണ്ടായിരുന്നു. അപ്പൊ ചെറുതാ, നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിൽ വലിപ്പത്തിലുള്ളതില്ല. ഞാൻ ഇവിടെ പോയപ്പോൾ അവിടെ കണ്ട് കാറും കണ്ട് പോകുമ്പോൾ അവിടെ ഇനി
അതിൻ്റെ ആവശ്യമില്ല, കരിങ്ങാശ്രയം കിട്ടും. പരിമലയിൽ ഇഷ്ടം പോലെ കലക്കടയിൽ ഇരിപ്പുണ്ട് കറുത്തത്, പല ഷേപ്പിലുള്ളതുണ്ട്. അത് ഇനിയിപ്പോൾ കാറങ്ങാണ്ട് ഇപ്പോൾ പോണത് ഉടനെ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ അന്നേരം. അതിന് മുമ്പ് നമുക്ക് ഈ ഏരിയയിൽ എവിടെയെങ്കിലും പുതിയകാവിലുണ്ട്. പുതിയകാവിലുണ്ട്. പുതിയകാവിൽ ഇച്ചിരി റേറ്റ് കൂടുതലാണ്, കരിങ്ങാശ്ര പാകം റേറ്റാ. ഞാൻ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാട്ടോ, ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ മേടിക്കുമ്പോൾ നമുക്കറിയാലോ എങ്ങനെയാന്നുള്ളത്. ഉപ്പ് പുരട്ടി വെച്ചിരുന്ന കേട്ടോ, ഉപ്പ്, ഇഞ്ചി, സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് തിരുമ്മി വെച്ചിരുന്നാണെങ്കിൽ ഇപ്പൊ പൊടികളും നമ്മൾ ചേർത്തു. തേങ്ങ ചിരണ്ടി പിഴിഞ്ഞെടുക്കണവരാണെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്താൽ നല്ലതായിരിക്കും. 3 പാലുകളാണ് ഇതിൽ തേങ്ങാപ്പാലാ വെച്ചേക്കണത്. ഇത് 3-ാം പാല, ഇത് 2-ാം പാല, ഇത് 1-ാം പാല. അപ്പൊ ഈ 3-ാം പാലില്ലേ, 3-ാം പാൽ ഒഴിച്ചങ്ങ് വേവിക്കുക. തേങ്ങാപ്പാൽ അല്ലെ ചിരണ്ടി പിഴിഞ്ഞത് കൊണ്ടാട്ടോ ഞാൻ അങ്ങനെ എടുക്കണം. 3-ാം പാൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ലിക്വിഡ് ഫോം ആയിരിക്കും. അത് ഒഴിച്ച് മാങ്ങയ്ക്ക് വേവില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. ഞാൻ പറയാന്ന് പറഞ്ഞത് ഇതാ ഉണ്ടോ, ഫുള്ളങ്ങ് എടുക്കുക. ഇപ്പൊ പരിപാടി കഴിഞ്ഞു. അതെ, വെച്ചോണ്ടിരിക്കണ്ട. അരി അടുപ്പത്തിടാനുണ്ട്, അരി അടുപ്പത്തിട്ടില്ല എന്ന് വേവിക്കാൻ വെച്ചു. ഇത് പെട്ടെന്ന് വെന്തോളും. പിന്നെ നിങ്ങളൊക്കെ ഗ്യാസ് സേവിങ്ങിന് വേണ്ടി എന്തൊക്കെ പരിപാടി ചെയ്യണേന്നൊന്ന് പറയണം കേട്ടോ. ഞങ്ങൾ കുറെ ചെറിയ ടിപ്പുകളൊക്കെ സ്വയം കണ്ടുപിടിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഞാൻ നിങ്ങളോട് പറയാം, ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു വീഡിയോയിൽ. ഇപ്പം ഇത് വേവട്ടെ. നല്ല എരിവുണ്ട് ശരിക്കും. പച്ചമുളകിൻ്റെ എരിവാന്ന് തോന്നുന്നു. ഒരു മുളകും കൂടെ ഇങ്ങനത്ത് മാറ്റിയേക്കാം, കാരണം അങ്കമാലി മാങ്ങാക്കറിക്ക് അധികം എരിവ് പാടില്ല. ഈ മുളകിന് നല്ല എരിവാണ് അപ്പം നട്ടേക്കണം. അത് പൊട്ടിക്കെളുത്ത് വീണ്ടും ഉണ്ടാവണ്ടതില്ല. ദേ 2-ാം പാല് കേട്ടോ. പൊടിയുടെ കളറാട്ടോ അത്, മുളക് പൊടിയുടെ കളറാ. ചുവപ്പ് രാശി അറിയാലോ. അധികം ചുവപ്പ് രാശി അല്ല, ഞാൻ പറഞ്ഞതാ. ഇനിയിപ്പോ 1-ാം പാല് ചേരുമ്പോ കറക്റ്റ് കളറാവും. അതെ, ഇനി ഒന്ന് തിളക്കണം അല്ലേ? ഇനി ഒന്ന് തിളക്കണം. വെന്തിട്ടുണ്ട് കേട്ടോ, മാങ്ങയ്ക്ക് വേവ് കുറവല്ലേ, അതറിയാലോ. 1-ാം പാൽ ഒഴിക്കുവാണേ. ഗ്യാസ് തീ ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാ. ഇനി ചൂടായി കഴിഞ്ഞാൽ മാറ്റണം. തിളക്കണ്ട. എന്നിട്ട് കടുക് വറുത്തേക്കാം കേട്ടോ. മീനിൻ്റെ ടിപ്പ് ചെയ്യണം. നമുക്ക് പുളിയുടെ അനുസരിച്ച് ഇച്ചിരി ഷുഗർ ചേർക്കണം കാണിക്കാം. ചൂടായാൽ മതി കേട്ടോ, തിളക്കണ്ട. നമ്മൾ തിളയ്ക്കാൻ എടുക്കണില്ല. ഈ പുളിപ്പുള്ളത് കൊണ്ട് നമുക്കൊരു പിരിഞ്ഞു പോവുമെന്ന്. അപ്പം അതുകൊണ്ട് തിളയ്ക്കാൻ എടുക്കൂല. ചൂടായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യും കേട്ടോ. ഇപ്പം കറക്റ്റ് ആയില്ലേ കളറ്? ചുമപ്പ് രാശി പോയില്ലേ? ചുമപ്പല്ലേലും ഇല്ലായിരുന്നു. ചുമപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചതേ പൊടിയുടെ കളറ് നേരിയൊരു നല്ല ഇച്ചിരി ഉപ്പ് വേണോടി. ഉപ്പ് കുറവുണ്ട്. പുളി ഇറങ്ങി വന്നം. മോട്ടനായതുകൊണ്ട് ആവശ്യത്തിന് പുളിയുണ്ട്. മതി കണ്ടോ? മതി. നമുക്ക് കടുക് വറക്കാം. അതെ, വാങ്ങണേനും വിടേണ്ടതായിരുന്നു, ഞങ്ങൾ വിട്ടുപോയി വർത്താനം പറഞ്ഞത്. ഒരു സ്വല്പം ഗരം മസാല കണ്ടോട്ടോ, ഇതിൽ തന്നെ. അത് മതി. മാങ്ങയ്ക്കാകുമ്പോൾ അധികം വേണ്ട. മാങ്ങ വെജിറ്റബിള് ഉണ്ടാക്കുമ്പോൾ അധികം ഗരം അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. ഒരു പൊടിക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി. അത് ഇട്ടപ്പോൾ തന്നെ ഒരു എനിക്ക് തോന്നി എന്തോ ഒരു കുറുവാട് കുറവ്, മണത്തിനൊരു വ്യത്യാസം വരും. ഇനി നമുക്ക് കടുക് വറക്കാം കേട്ടോ. ഉപ്പ് നോക്കണോ? ഇപ്പോൾ ഉപ്പ് പാകാം. അപ്പം ദേ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഉലുവയും ഇട്ടു. അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കറിയാലോ എങ്ങനെയാന്ന്. ഉള്ളി, വേപ്പില, വറ്റൽമുളക് കേട്ടോ. ദേ ഇച്ചിരി ഉലുവാപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. അത് ഈ പറഞ്ഞ പോലെ ഗരം മസാല ചേർക്കുമ്പോൾ ചേർക്കണ്ടായിരുന്നു, ഞാനത് വിട്ടുപോയി കേട്ടോ. അതുകൊണ്ട് വിട്ടുപോകണുണ്ട്. ഈ ഗ്യാസിൻ്റെ ഒക്കെ വിഷയം കൊണ്ട് പലതും വിട്ടുപോവാ. ഇനി വറ്റൽമുളക് കടുക് വറക്കാൻ. വാ നമുക്ക് കലത്തിലേക്ക് ഇറക്കാം കേട്ടെ. ഇനി
നമ്മളിപ്പോ തലപ്പാലും എല്ലാം ഒഴിച്ച് ഇത് റെഡിയാക്കി വെച്ചു കറി. അതെ. അപ്പൊ മൂവാണ്ടമാങ്ങ ആയതുകൊണ്ട് അത്യാവശ്യം ഒരുപാട് പുളി ഇല്ല, കുറച്ച് പുളി അതിൽ നിന്ന് ഇറങ്ങി വരും. നാട്ടുമാങ്ങയൊക്കെ ആണെങ്കിൽ നല്ല പുളി ഉണ്ടാവും, എല്ലാവർക്കും അറിയാലോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഷുഗറോ ശർക്കര ഏതെങ്കിലും ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. ഞങ്ങളിപ്പോൾ ഒന്നും ചേർത്തില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ പുളി ഇറങ്ങി വന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും എങ്ങനെ പുളി ഉണ്ടെന്ന് നോക്കി അതനുസരിച്ച് ചെയ്യാൻ ഓർത്താട്ടോ. അപ്പോൾ ഓക്കെ. അപ്പം ഞങ്ങളുടെ കിച്ചണിൽ ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അങ്കമാലി സ്റ്റൈലിലുള്ള മാങ്ങാക്കറി കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അവരുടെ രീതിയിലൊന്നും ആയിരിക്കൂല, നമ്മൾ എങ്ങനെയാ ചെയ്യണേന്ന് വെച്ചാൽ നമ്മളത് ചെയ്തു. ഞങ്ങൾ ഇതിന് ശരിക്കും പറയണത് ബുക്ക് അടിക്കണം, ആരാ പറയണത് അറിയില്ല. ഞങ്ങൾ ഇതിന് ശരിക്കും പറയണത് മാങ്ങാ മപ്പാസ് എന്നാട്ടോ. അപ്പൊ ഓക്കെ, ഇനി ചോറ് വിളമ്പമ്മ കാണിക്കാം. അപ്പൊ അങ്കമാലിക്കാര് പറയുക ഇതില് എന്തെങ്കിലും വ്യത്യസ്തതകളുണ്ടോ? നിങ്ങൾക്ക് എന്തായാലും അവിടത്തെ ഒതന്റിക് മാങ്ങാ മപ്പാസിനെ പറ്റി അറിയായിരിക്കും. അതെ, തീർച്ചയായിട്ടും. ഇതിൽ എന്തെങ്കിലും വ്യത്യസ്തതകൾ ഉണ്ടോന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ കമന്റ്സ് കാണുന്ന മറ്റു പലർക്കും അത് മനസ്സിലാക്കുകയും ചെയ്യാം. അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ, എല്ലാവർക്കും അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയണം കേട്ടോ. അപ്പൊ ഒഴിച്ചോ മാങ്ങാ മപ്പാസ് അല്ലെങ്കിൽ അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി അല്ലേ? അതെ. എനിക്ക് പിന്നെ പുളിയുള്ളതൊന്നും അല്ലേ, എനിക്ക് പുളി വേണം, ഒരുപാട് പുളി വേണ്ട, എന്നാലും എനിക്ക് പുളി വേണം. പുളിയുള്ളത് എനിക്കിഷ്ടം. പക്ഷെ അത് ഇരുന്നൊക്കെ കുറിയത് കണ്ടോ, അതെ തേങ്ങാപ്പാലൊക്കെ ചേർന്ന് വറ്റി ചട്ടിയിൽ നല്ല ഇന്ത്യയിലേക്ക് ഒന്ന് ഒഴിച്ചേക്കുന്നേ. ഓ, എനിക്ക് മുളക് വേണ്ട, മുളക് കപ്പയ്ക്ക, എനിക്ക് മുളക് വേണ്ട. ഇവിടെ വെക്കട്ടെ കേട്ടോ. അയ്യോ, ഈ മാങ്ങാക്കറി ഉണ്ടായിരുന്നുണ്ടല്ലോ, ഞാൻ മറ്റു കറിയൊന്നും ശ്രദ്ധിച്ചതേ ഇല്ല, അത്ര രുചികരമായിരുന്നു. പ്രത്യേകിച്ചും പുളിയുള്ള കറികളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, നമ്മൾ ഈ ഒരു ഒറ്റ കറി മാത്രം മതി ഊണ് കഴിക്കാൻ, വേറെ ഒന്നും നമുക്ക് വേണ്ട. അത്ര കിടിലൻ ടേസ്റ്റായിരുന്നു. പിന്നെ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ എടുക്കുവാണെങ്കിൽ വീണ്ടും കറി ഇരുന്ന് പുളിക്കും. അതുകൊണ്ട് നല്ലോണം മൂപ്പെത്തി കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ചെമ്പ്രം കൊള്ളാൻ തുടങ്ങുന്ന മാങ്ങ എടുക്കുന്നത് നല്ല. മധുരിക്കാനും പാടില്ല, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്.